ഹലോ, ഇന്നത്തേത് ഒരു ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ്. അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമല്ല, ആർക്കിയിലാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നപ്പോൾ എന്തായാലും ആർക്കിയിൽ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് കൂടി കാണിക്കാമെന്ന് കരുതി കുറച്ച് ബൈറ്റ്സ് എടുത്തതാണ്. അപ്പോൾ ഉച്ചയ്ക്കാട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഫുഡും പുറത്തുനിന്നാക്കാമെന്ന് കരുതി ഒരു കല്യാണ ബിരിയാണി കഴിച്ചു. ഈ കല്യാണ ബിരിയാണി എന്തോ എന്നുള്ളൊരു കൗതുകം കൊണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊക്കെ കിട്ടുന്ന ടേസ്റ്റുള്ള ബിരിയാണി ആയിരിക്കാം. ഇത് ഞങ്ങൾ പള്ളിമുക്കിലുള്ളൊരു കടയിൽ നിന്നാണ് കഴിച്ചു. കടയുടെ പേരും പറഞ്ഞു, അവിടെ 1-2 കടകളിൽ ഇത് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒബാമയുടെ കട, അതുപോലെ ഒരു തൊട്ടടുത്ത് വേറൊരു കട, അതിൻ്റെ പേരും പറഞ്ഞു. ഞങ്ങൾ ആ കടയിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഒരുപാട് ഹൈപ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിരുന്നു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നീട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ബിരിയാണി കിട്ടും, ഈ കല്യാണ ബിരിയാണി. അങ്ങനെ അൺലിമിറ്റഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തരുന്നത് തന്നെ കഴിച്ചു തീർക്കാൻ പാടാണ്. അതെല്ലാം കഴിച്ചിട്ട് നേരെ ആർക്കയിലോട്ടാണ് പോയത്. ഒരുപാട് കളക്ഷൻസ് അല്ല, നമ്മൾ മുൻപ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും വരാത്ത പുതിയ കളക്ഷൻസാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് മെറ്റീരിയലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ട്. അപ്പോൾ നമുക്കിത് ഫോട്ടോ എടുത്തുകൊണ്ട് പോയാൽ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. പഴയ അന്ന് കണ്ട സാരികളൊക്കെ മാറി പുതിയ ഡിസൈനുള്ള സാരികൾ വന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണാത്തതാണ് ഈ ടോപ്പുകൾ. ഇതുപോലെ സിംഗിൾ പീസ് ടോപ്പുകളൊന്നും ആ സമയത്തില്ലായിരുന്നു. ഓണം വൈബ് വരുന്നത് പല മെറ്റീരിയലിലുണ്ട്. ഓർഗൻസയുണ്ട്, സെറ്റ് സാരിയുടെ ആ ഒരു തുണിയിലുണ്ട്. അപ്പോൾ 800-700 റേഞ്ചാണ് ഇവിടെ കിടക്കുന്നത്. നല്ല യുണീക്കായിട്ടുള്ള പ്രിൻസ് ഉള്ളതുണ്ട്. ആ ഒരു സൺഫ്ലവറിൻ്റെ പ്രിൻ്റ് ഉള്ളതൊക്കെ നല്ല യുണീക്ക് പീസാണ്. അപ്പോൾ ഇന്ന് അധികം നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഒറ്റ പീസേ അവിടെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു ബോട്ട് നെക്ക് വരുന്നത്, അതായത് കഴുത്ത് കയറിയിരിക്കുന്ന ടൈപ്പ് ചുരിദാറുകളാണ്. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഓണം വൈബിനേക്കാൾ ഒരു വിഷു വൈബാണ് തോന്നിയത്. കണ്ടില്ല, ഒരു കണിക്കൊന്നയുടെയൊക്കെ ഫീല് വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് കാണുമ്പോഴേക്കും. ഇത് വിഷുവിനൊക്കെ ഇടാൻ നല്ല അടിപൊളിയായിരിക്കും. ഒരുവിധം എല്ലാ ഡ്രസ്സും 800-700 റേഞ്ചാണ്. പിന്നെ നല്ല മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അവിടെ. ഒരു 1000 റേഞ്ചിലുള്ള പുതിയ മെറ്റീരിയൽസാണ് വന്നിരിക്കുന്നത്. ഈ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മാതിരത്തെ ഡിസൈനുള്ളത്. ഒത്തിരി പാവാടയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരു 700-800 റേഞ്ചാണ്. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ബ്ലൂ പാവാടയ്ക്കൊക്കെ ഒരു 800 എത്രയോ രൂപയായിരുന്നു. നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ അതിങ്ങ് അടിച്ചിട്ടിരിക്കുന്ന ടൈപ്പാണ്. പക്ഷേ എല്ലാ മോഡൽ പാവാടകളും അവിടെ കിട്ടും. അതും ഏകദേശം 1-2 പീസൊക്കെ ഉള്ളൂ ഒരേ കണക്കിരിക്കുന്നത്. പ്രിൻ്റൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇത് നല്ല കട്ടിയുള്ള ജീൻസ് മെറ്റീരിയലിലെ പാവാടയാണ്. 1159 രൂപയാട്ടോ. പക്ഷെ അതൊക്കെ നല്ല വെറൈറ്റിയാണ്. വെസ്റ്റേൺ ഡ്രസ്സുകളും വെറൈറ്റി മോഡലുകൾ അവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സാരി പഴയ സാരികളുടെ ആ ഒരു പ്രിൻ്റൊക്കെ മാറിയിട്ട് പുതിയ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പട്ടുടുപ്പും പാവാടയാണ്. വലിയ ആൾക്കാർക്കും ഇടാൻ പറ്റുന്ന സൈസിലുണ്ട്. പാവാടയ്ക്ക് ലെങ്ത് ഉണ്ട്, ഒരു ഉടുപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ 2 ലെഹങ്ക മാതിരത്തെ ഡ്രസ്സ് സൂപ്പറാണ്. ഹൽദിക്കും മെഹന്തിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും. നല്ല പ്രിൻ്റൊക്കെ കണ്ടില്ലേ, ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രിൻ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ണിലുടക്കിയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താണ്. മുമ്പ് ഇതില്ലായിരുന്നു ഇവിടെ. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേയിൽ ഇത് 2 ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏകദേശം 3299 2899 ആ റേഞ്ചാണ്. അതിലത്തെ വരുന്നതാണ് ഇവിടെ കിടക്കുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ. ഇത് കോട്ടൺ ടോപ്പുകളാണ്, സിംഗിൾ പീസ് ടോപ്പ്. ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും ഉണ്ട്. 400, 500, 600 റേഞ്ചുകളിലാണ്. കല്ല് വെച്ച ടോപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സിമ്പിളായിട്ട് വർക്കുള്ളത്. ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന കേട്ടോ ഈ മെറ്റീരിയലൊക്കെ. അപ്പോൾ അതിനും കല്ല് വെച്ചതാണെങ്കിൽ കൂടിയോ അതിന് 499 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ഒത്തിരി ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഷോളിനൊക്കെ 200 എത്രയോ രൂപയാണ്, 249. ഒത്തിരി മെറ്റീരിയലിലും പ്രിൻറ്റിലും ഒക്കെ ഷോളുകളുണ്ട്. ഞാൻ കാണിക്കാം ഷോൾ മാത്രം ഇവിടെ എത്ര വെറൈറ്റി ഉണ്ടെന്ന്. നല്ല നീളവും വീതിയൊക്കെയുള്ള അടിപൊളി ഷോളുകളാണ് കേട്ടോ എല്ലാം. ഈ കാണുന്ന മൊത്തം ലെഗിൻസ്, ആങ്കിൾ ലെങ്ത്, നോർമൽ പാൻസ് ഒക്കെയാണ്. ഇതൊക്കെ നോർമൽ പാൻസ് ആണ് കേട്ടോ. ഫ്രീ സൈസാണ് നോർമൽ പാൻസ് ഉള്ളത്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഷോളിൻ്റെ സെക്ഷനാണ്. നല്ല അഫോർഡബിൾ റേഞ്ച് തൊട്ട് പ്രൈസി ആയിട്ടുള്ള ഷോളുകൾ വരെയുണ്ട്. ഒത്തിരി വീതിയിലും നീളത്തിലും ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നിടത്ത് നമുക്കൊരു സാരിയുടെ ലുക്കില്ല, അത്രയും നീളവും വീതി ഉണ്ട് ഷോളിന്. ഇതൊക്കെ നല്ല അടിപൊളി പീസാണ് ഷോളിൻ്റെ. നല്ല ബ്ലാക്ക് കളറ് സിംഗിളായിട്ടുള്ള ബ്ലാക്ക് കളറിൽ ലെഗിൻസും അതുപോലെ തന്നെ ടോപ്പ് ഇട്ടാൽ ഇതുപോലെ മൾട്ടി കളർ ഷാൾ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതൊക്കെ പഴയ മോഡലാണ്, പക്ഷെ ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ വലിയ മാറ്റമൊന്നുമില്ല, മുൻപത്തെ കണക്ക് തന്നെ. ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മുടെ സെറ്റ് സാരിയുടെ മെറ്റീരിയലിൽ സിമ്പിൾ ടോപ്പ് അടിച്ചിട്ട് വെൽവെറ്റിൻ്റെ ഒരു ജാക്കറ്റ്, ഒരു കോട്ട് പോലെ കൊടുത്തിരിക്കുകയാണ്. പ്രൈസും 700 സംതിങ്ങേ ഉള്ളൂ.
പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുണ്ട് കാണാനും. നമുക്ക് വേണമെങ്കിൽ ആ വെൽവെറ്റിൻ്റെ ജാക്കറ്റിൽ എന്തെങ്കിലും പ്രിന്റ് നമുക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഇതൊക്കെയാണ് പുതിയ കളക്ഷനായിട്ട് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.